ജയ് മോഹൻജി ഗുരുപാദയുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻജിയെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പരിശുദ്ധിയുടെ ശക്തിയും സായിബാബ മിറക്കിൾ മെഡിറ്റേഷനും ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്നാൽ സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ മലയാളത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിൽ മാത്രമാണ് ഞാൻ അന്ന് യൂട്യൂബിൽ കണ്ടത്. പക്ഷേ എനിക്കത് ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് എനിക്കത് അത്രയ്ക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. എന്നാലും എങ്ങനെ ഞാൻ ഇനി അടുത്ത വ്യാഴാഴ്ച സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ ചെയ്യും എന്നൊക്കെ ഒരു വിഷമം തോന്നി. പിന്നെ ഞാൻ അതങ്ങ് വിട്ടു. ആ ചിന്ത ഞാനങ്ങ് ഒഴിവാക്കി. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ഒരു ചൊവ്വാഴ്ച ദിവസം രാത്രിയിൽ ആരോ എന്നോട് എന്തോ പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഉടനെ അതായത് എന്താ പറയുക, എൻ്റെ കൂടെയുള്ളവരാരുമല്ല, പക്ഷെ വേറെ ആരോ എന്നോട് എന്തോ പറഞ്ഞു എന്നൊരു ഫീലിംഗ്. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ മൊബൈൽ എടുത്ത് നോക്കി. മോഹൻജി ഫാമിലിയിലുള്ളവർക്കൊക്കെ അറിയാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നമുക്കൊന്നുകിൽ ഏതെങ്കിലും ഒരു വീഡിയോ വഴി കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജായിട്ട് ബാബയുടെ മറ്റൊരു മെസ്സേജായിട്ട് നമ്മുടെ കൺമുന്നിലെത്തും. അങ്ങനെ നമ്മുടെ സംശയങ്ങൾ തീരുന്ന ഒരനുഭവം പലർക്കും ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്ത് നോക്കി. പക്ഷേ ഫോണിലും ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും, ബുധനാഴ്ച ആയപ്പോഴേക്കും ഗ്രൂപ്പിൽ ചിത്ര ചേച്ചി മെസ്സേജ് ഇടുകയാണ്, സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു യൂട്യൂബ് വീഡിയോ ഇടുകയാണ്. അപ്പം ഞാൻ അന്നേരം അങ്ങ് അത്ഭുതം കൊണ്ട് എന്താ പറയണ്ടേ, ഞാൻ ആഗ്രഹിച്ച ആ ഒരു സംഭവം പെട്ടെന്ന് എനിക്കത് കിട്ടിയപ്പോൾ അത് തന്നെ ആയിരിക്കാം മോഹൻജി എനിക്ക് മെസ്സേജ് അയച്ചതായിരിക്കാം, ഇത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞതായിരിക്കാം, എനിക്ക് തലേദിവസം എന്നോട് ആരോ എന്തോ പറഞ്ഞതായിട്ട് തോന്നിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ആ മെഡിറ്റേഷൻ എനിക്ക് വ്യാഴാഴ്ച മലയാളത്തിലുള്ളത് കേട്ട് ചെയ്യാനും പറ്റി. വളരെ അത്ഭുതകരമായ ഒരു മെഡിറ്റേഷൻ തന്നെയാണ് അത്. അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആ മെഡിറ്റേഷൻ പാലക്കാട് ഷിർദി സായിബാബ ക്ഷേത്രത്തിൽ വെച്ച് ഒഫീഷ്യലായിട്ട് അതിൻ്റെ പ്രകാശന കർമ്മം നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ മോഹൻജി അത് ആവശ്യമുള്ള എനിക്കത് തന്നു, അല്ലെങ്കിൽ ആവശ്യമുള്ള എല്ലാവർക്കും അത് അയച്ചു എന്നുള്ളതാണ്. നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് എന്താണോ ആവശ്യം അത് കൃത്യസമയത്ത് മോഹൻജി നമ്മിലേക്ക് എത്തിക്കുന്നുണ്ട്. ആദ്യമായി ബ്ലിസ് ഓഫ് സൈലൻസ് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണിനി. ആദ്യമായിട്ട് ഞാൻ ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഡെപ്തിലേക്ക് എടുത്ത് ചാടിയ ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. അത്രയും ഡെപ്തിൽ നമ്മൾ ആ ഒരു ശ്വാസം എടുക്കുകയും ഇവിടെ ആ ഒരു ഇത് ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. ഞാൻ പെട്ടെന്നൊരു വല്ലാത്തൊരു സൈലൻസിലേക്ക് പോയി. അപ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നിയായിരുന്നു. അപ്പോഴേക്കും മെഡിറ്റേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവിടെ മുഴുവനും ഒരു ചന്ദനത്തിൻ്റെ സുഗന്ധം പരന്നു. നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഭയങ്കര ചന്ദനത്തിൻ്റെ ഒരു സുഗന്ധവും പരന്നു. എനിക്കൊന്നും മനസ്സിലായില്ല അന്നേരം. കാരണം ഞാൻ ഇതിലേക്കൊക്കെ വന്ന തുടക്കമായത് കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അത് മോഹൻജിയുടെ പ്രസൻസാണ് അത് സൂചിപ്പിക്കുന്നതെന്ന്. കാരണം ഇതുപോലൊരു അനുഭവം ദേവദാസ്ജി ഒരിക്കൽ പറയുണ്ടായി. അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഇതുപോലെ ആ റൂം മുഴുവൻ ചന്ദനത്തിൻ്റെ ഒരു സുഗന്ധം പരന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മോഹൻജിയുടെ പ്രസൻസ് തന്നെയാണെന്ന്. അതുപോലെ തന്നെ ഒരു ദിവസം മോൾക്ക് പനിയായിരുന്നു. അപ്പം അമ്മമാർക്കൊക്കെ മക്കൾക്ക് വയ്യാതായാൽ നെഞ്ചിൽ തീയാണല്ലോ. അതുപോലെ തന്നെ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ആകെ മനസ്സിന് വിഷമം, അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാരോ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അതൊരു സൗണ്ടായിട്ടായിരുന്നില്ല, എന്നാൽ അതൊരു തോന്നലുമായിരുന്നില്ല. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി. അത് കേട്ടത് എന്നിലൊരു ചേഞ്ച് ഉണ്ടാക്കി. പിന്നെ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാനും കഴിഞ്ഞു. ആ ഒരു മാനസികാവസ്ഥയെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ ശക്തിയുള്ള ഒരു വാക്കാണ് ഞാൻ അന്നേരം കേട്ടത്.